ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. നാരങ്ങാനീര് ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ചിക്കൻ്റെ ചെറിയൊരു ഉളുമ്പ് മണയില്ലേ, അത് കറിയിൽ ഒട്ടും തന്നെ ഉണ്ടാവത്തുമില്ല. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 കപ്പ് തേങ്ങ മിക്സിയിലൊന്ന് കറക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മിക്സിയിലൊന്ന് കറക്കിയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങയെല്ലാം നമുക്ക് ഒരുപോലെ തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇനി 2 ചെറിയ ഉള്ളി അരിഞ്ഞതും 1 വെളുത്തുള്ളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, തക്കോലത്തിൻ്റെ ഒരല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കശകശ ചേർക്കാം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പോപ്പി സീഡ്സ് നമ്മൾ ആദ്യം മസാലകൾ ചേർക്കുമ്പോൾ ചേർത്താൽ അത് അടിയിലേക്ക് പോയി കരിഞ്ഞ പോലെയാകും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഈ പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ അടിയിലുള്ള തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം തൊടാതെ അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ കറിയുടെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ചേർക്കാം. കടുക് മുഴുവനും പൊട്ടിയ ശേഷം 3 ഉണക്കമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. 1/4 കപ്പ് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ചേർക്കാം. തേങ്ങാക്കൊത്ത് കുറച്ച് മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൊരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 15 ചെറിയുള്ളി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, അല്പം മഞ്ഞൾപ്പൊടി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ വേണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവി ചിക്കനിൽ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോഴേക്കും ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാല അരച്ച ജാറിൽ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം.
ചെറുതായിട്ടിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. കണ്ടോ, ഇപ്പോൾ കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകിയ പരുവത്തിലല്ല, ഒഴിച്ചു കൂട്ടാവുന്ന പരുവത്തിൽ വേണം നമ്മൾ ഈ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇത് ഇരുന്ന് കഴിയുമ്പോൾ അല്പം കൂടി കുറുകി വരും. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ വറുത്തരച്ച ചിക്കൻ കറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.